തമിഴ്നാട് നീലഗിരി മുതുമലയിൽ കാട്ടുതീ. മസനഗുഡി റോഡിലാണ് കാട്ടുതീ പടരുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്നറിയുന്നു. തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവരങ്ങളുമായി വയനാട് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, എനിക്ക് തോന്നുന്നു ഒരുപാട് വിനോദസഞ്ചാരികൾ പോകുന്ന ഒരു റൂട്ടാണിത്. ഈ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത്? നമുക്കറിയാം, ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെയാണ്. ഇനി അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ തീ പിടിച്ചത്? തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണോ? തീ അണയ്ക്കാനായോ സുർജിത്ത്? വലിയ ആശങ്കയായി നിലനിൽക്കുന്നു. കാരണം അത്രയും ചൂടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കാട്ടുതീ സംഭവിക്കുന്നതും. ഇത് മുതുമല വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായുള്ള പ്രദേശമാണ്. മസനഗുഡി ഊട്ടിയിലേക്കൊക്കെ പോകുന്ന മസനഗുഡി പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ആ പാതയുടെ ഒരു ഭാഗത്താണ് ഇങ്ങനെ ഒരു അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. അതിപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സും വനംവകുപ്പും ചേർന്ന് തുടരുകയാണ്. വൻമരങ്ങളടക്കം കത്തിയമരുന്ന നിലയാണ് ഉണ്ടായത്. ഒടുന്നനെ തീ പടരുകയായിരുന്നു. ഇന്ന് ഏതാണ്ട് ഒരു 11 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അത് വലിയ ചൂടുണ്ട് ആ മേഖലയിൽ. കാരണം അത്രമാത്രം ശക്തമായ രീതിയിലുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇതാണ് ഇങ്ങനെ ഒരു കാട്ടുതീ പടരാനുള്ള കാരണം എന്നുള്ളതാണ് വിലയിരുത്തൽ. ആ മേഖല മൊത്തത്തിൽ വളരെ വലിയ രീതിയിൽ വരൾച്ചയെ നേരിടുന്നുണ്ട്. കാരണം വന്യമൃഗങ്ങളെല്ലാം തന്നെ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി കൂടി ഉള്ള പ്രദേശമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാട്ടുതീ കൂടി സംഭവിച്ച സാഹചര്യത്തിൽ ഈ ആശങ്ക കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ആനകളും മറ്റ് വന്യമൃഗങ്ങളും എല്ലാം തന്നെ റോഡിന്റെ അരികിൽ വന്നു നിൽക്കുന്ന ഒരു സ്ഥിതി കാണുന്ന ഒരു രീതി കൂടിയുണ്ട്. അത്രമാത്രം വലിയ കൊടിയ വരൾച്ചയാണ് ഈ മുതുമല വന്യജീവി സങ്കേതവും ഒപ്പം തന്നെ കർണാടകയോട് ചേർന്നുള്ള ബന്ദിപ്പൂർ വന്യജീവി സങ്കേതവും അടക്കം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇങ്ങനെ കാട്ടുതീ കൂടി സംഭവിച്ചിരിക്കുന്നത്. ശ്രീനിത. ശരി, വയനാട് മുതുമലയിലാണ് തീപിടുത്തമുണ്ടായത്. നമുക്കറിയാം, ആ ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, മരങ്ങളൊക്കെ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. കടുത്ത വേനലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തീ പിടിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീ ആളിക്കത്തുന്നുണ്ട്. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വലിയൊരു ഏരിയ ആണുള്ളത്. ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തീ പടരാനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. മാത്രമല്ല, മനോഹരമായ ഒരു സ്ഥലമായതുകൊണ്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ അതുവഴി കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സ്ഥലം കൂടിയാണ്.